ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ശിക്ഷ കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ആക്ച്വലി ഇപ്പോൾ മാതൃകാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൊടുത്ത ശിക്ഷ ശരിയാണെന്ന് പറയാം. കാരണം ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എന്നോണം ഒരു ശിക്ഷയായിട്ട് അത് കൊടുക്കാം. പക്ഷേ ഇതെന്തായാലും നടപ്പിലാവാൻ സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അപ്പീൽ പോകാനായിട്ട് മേൽക്കോടതികൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടും അൾട്ടിമേറ്റ്ലി രാഷ്ട്രപതിക്കൊരു ദയാഹർജിക്ക് വരെ കൊടുക്കാൻ ഓപ്ഷനുള്ള ഈ ഒരു നാട്ടിൽ ഇത് വധശിക്ഷ നടപ്പാക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അതാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ശിക്ഷ. കാരണം ഇത് അബദ്ധവശാൽ പറ്റിപ്പോയൊരു കാര്യമല്ല. ഇതൊരു വട്ടം ട്രൈ ചെയ്തിട്ട് സക്സസ്ഫുൾ ആവാതെ രണ്ടാമത് വിളിച്ചു വരുത്തി ഇത് കൊടുത്ത് ചെയ്തതുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്, അത് കഴിഞ്ഞ് അതിന് ശേഷം ഉള്ളൊരു ലൈഫ് ആൾക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നോ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ? അതൊക്കെ നോക്കുമ്പോൾ ആളുടെ ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു അത്രയും ഭയങ്കര ബ്രൂട്ടലായിരിക്കും പുള്ളി ഇനി ജീവിക്കുന്ന ലൈഫെല്ലാം ഇത് കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു ഐഡിയൽ ശിക്ഷയാണ്, പക്ഷേ ഇത് നടപ്പിലാവും എന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. ഈ വധശിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞു പോയി എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ആളുകൾക്ക്. കാരണം ആ പയ്യൻ അനുഭവിച്ച വേദനയൊന്നും ഇവൾ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രതി അനുഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വേദന അനുഭവിപ്പിച്ചിട്ടുള്ള ഒരു ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും അത്തരത്തിലുള്ളൊരു ശിക്ഷ കൊടുക്കണമെന്ന അഭിപ്രായം പറയാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ മനസ്സുകൊണ്ട് എല്ലാവരും ചിന്തിക്കണത് ഈ പറയുന്ന ഷാരോൺ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങളും ഈ പുള്ളിയും കൂടെ അനുഭവിച്ച് ഇട്ട് വേണം ശിക്ഷ നടപ്പാക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് അതൊരു മാതൃക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു എക്സാമ്പിളായിട്ട് വേണ്ടേ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് നമ്മളും ഒരു എക്സാമ്പിൾ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ശ്രീജിത്ത് തിരുമേനിയൊക്കെ പോസ്റ്റ് ഇട്ടത് ഈ ജീവന് പകരം ജീവൻ എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു നീതി അല്ല എന്നാണ്. അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്, ജീവന് പകരം ജീവൻ അല്ലേ കൊടുക്കുന്നത്? ജീവന് പകരം ജീവൻ കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കുറേ രാജ്യങ്ങളിൽ ഇപ്പോൾ വധശിക്ഷ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അത് ചെയ്യണം. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും ജയിലുകളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ലൈഫ് പോലെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ ഈ ശിക്ഷ ഇത് നോക്കിയപ്പോൾ 10+5 years ഒരു സെൻറ്റൻസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ 10-15 വർഷം ആൾ ആക്ച്വലി എന്താ ചെയ്യാൻ പോണേ? ജയിലിൽ ഒറ്റയ്ക്കാണെങ്കിലും ആൾ 3 നേരം ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വധശിക്ഷ എന്ന് പറയുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ നടപ്പിലാക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്ററായിരിക്കും. കാരണം അത്രയും കാലം ഈ പറയില്ലേ നമ്മൾ കൊല്ലാൻ വേണ്ടി വളർത്തുക എന്നുള്ളത്. ഇപ്പോൾ വളർത്തുന്നതെന്ന് പറയുന്നത് അതിനുള്ള ചിലവുകളും ഈ ജനങ്ങളല്ലേ ഇപ്പോൾ ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുള്ള പൈസയാണല്ലോ ഇവർക്ക് ഭക്ഷണമായിട്ടും ഇവരുടെ ചിലവുകളായിട്ടും വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു അഭിപ്രായമില്ല. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, എപ്പോഴും നടപ്പിലാക്കണം. അതെ.